വചനോദയം. മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം അധ്യായം 3, 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ. യേശു വീണ്ടും സിനഗോഗിൽ പ്രവേശിച്ചു. കൈ സൂക്ഷിച്ച ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. യേശുവിൽ കുറ്റം ആരോപിക്കുന്നതിനു വേണ്ടി സാബത്തിൽ അവൻ രോഗശാന്തി നൽകുമോ എന്ന് അറിയാൻ അവർ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. കൈ സൂക്ഷിച്ചവനോട് അവൻ പറഞ്ഞു, എഴുന്നേറ്റ് നടുവിലേക്ക് വരൂ. അനന്തരം അവൻ അവരോട് ചോദിച്ചു, സാപത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ, ജീവൻ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് നിയമാനുസൃതം? അവർ നിശബ്ദരായിരുന്നു. അവരുടെ ഹൃദയകാഠിന്യത്തിൽ ദുഃഖിച്ച് അവരെ ക്രോധത്തോട് നോക്കിക്കൊണ്ട് യേശു അവനോട് പറഞ്ഞു, കൈ നീട്ടുക. അവൻ കൈനീട്ടി, അത് സുഖപ്പെട്ടു. ഫരിസയർ ഉടനെ പുറത്തേക്കിറങ്ങി യേശുവിനെ നശിപ്പിക്കുവാൻ വേണ്ടി ഹേറോദേസ് പക്ഷക്കാരുമായി ആലോചന നടത്തി. വചന വിചിന്തനം. യേശു കൈ ശോഷിച്ച ഒരു മനുഷ്യനെയും മനസ്സ് ശോഷിച്ച ഒരു കൂട്ടം വ്യക്തികളെയും ഇന്നത്തെ സുവിശേഷത്തിൽ കണ്ടുമുട്ടുന്നു. കൈ ശോഷിച്ച മനുഷ്യനെ കണ്ടുമുട്ടിയപ്പോൾ യേശുവിനെ സഹായിക്കുവാൻ മനസ്സുണ്ടായി. എന്നാൽ മനസ്സു ശോഷിച്ച വ്യക്തികൾ യേശുവിൽ കുറ്റം ആരോപിക്കുവാൻ തക്കം നോക്കിയിരുന്നു. അതുകൊണ്ട് അവരോട് യേശു ഒരു ചോദ്യം ഉന്നയിക്കുന്നു. സാപത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ, ജീവൻ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് നിയമാനുസൃതം? ചോദ്യത്തിന് അതേ എന്നോ അല്ല എന്നോ മറുപടി പറയാതെ അവരുടെ ഹൃദയ കാഠിന്യം അവർ വെളിപ്പെടുത്തി. യേശുവാകട്ടെ രോഗിയോട് കൈ നീട്ടാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അവനെ സുഖപ്പെടുത്തി. ഏത് നിയമവും നന്മ ചെയ്യുവാനും ജീവൻ രക്ഷിക്കുവാനും ഉള്ളതെന്നാണ് യേശു ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. നിയമാവർത്തനം 30:25 വായിക്കുന്നു, ഇതാ ഇന്ന് ഞാൻ നിന്റെ മുൻപിൽ ജീവനും നന്മയും മരണവും തിന്മയും വച്ചിരിക്കുന്നു. നാം ഓരോരുത്തരുമാണ് തിരഞ്ഞെടുപ്പ് നടത്തേണ്ടത്. ഹൃദയം ശോഷിച്ച വ്യക്തികൾ നിയമത്തിലൂടെ തിന്മ ചെയ്യുവാനും ജീവൻ നശിപ്പിക്കുവാനും ലക്ഷ്യം വയ്ക്കുമ്പോൾ യേശുവാകട്ടെ നന്മ ചെയ്യുന്നതും ജീവൻ രക്ഷിക്കുന്നതുമാണ് നിയമത്തിൻ്റെ ലക്ഷ്യം എന്ന് പ്രഖ്യാപിക്കുന്നു.